നമസ്കാരം സർ. നമസ്കാരം പ്രിയൻ, പറയൂ സർ. ഇപ്പോൾ ഒരു യുവാവിന്റെ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു. വിദ്യാർത്ഥിയാണ്, നിതിൻ രാജ് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ദുരൂഹതകളുണ്ട്. ജാതി അധിക്ഷേപമാണെന്നടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മാനേജ്മെന്റിനെ കുറിച്ചും സംശയങ്ങൾ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു സംശയം കൂടി ഇവിടെ വരുന്നുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും ഈ നിതിൻ രാജിനെ യഥാർത്ഥത്തില് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് തന്നെ വേണം വിശ്വസിക്കാനായിട്ട്. കാരണം ഒരു 9-8 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കയറി അദ്ദേഹം അതിന്റെ മുകളിൽ നിന്ന് ചാടി. അതിന് അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്ത ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം വേണം. പ്രിയൻ അറിയാമോ, ഈ കോളേജ് ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. ഈ കോളേജിനോട് ചേർന്ന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം 3-4 വർഷം മുമ്പ് അത് റദ്ദാക്കാനുണ്ടായത്. അതിന്റെ അഫിലിയേഷൻ അത് റദ്ദാക്കിയത് അവരുടെ നിയമവിരുദ്ധമായിട്ടുള്ള പല പ്രവർത്തികൾ കാരണമാണ് അവർക്ക് അഫിലിയേഷൻ നഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ആ കോളേജിലെ MBBS പഠിച്ചിരുന്ന കുട്ടികളൊക്കെ മറ്റു കോളേജിലേക്ക് മാറിയത്. അപ്പോ ഇത് ഒരു മുസ്ലിം ഉടമസ്ഥതയിലുള്ള കോളേജാണെന്ന് മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. നമ്മളിത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഒരു കൈരളി എന്താണ് പറയുക, മെഡിക്കൽ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഘടനയാണ്. അവര് പണ്ട് അവിടെ ഈ കൊക്കോ കൃഷി നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ അത് പൂട്ടിയിട്ടാണ് ഇത് മെഡിക്കൽ കോളേജും പിന്നെ ഇതും തുടങ്ങിയത്. അപ്പൊ തന്നെ മനസ്സിലായില്ല അവർക്ക് ഗൗരവം എത്ര ഉണ്ട്. അപ്പൊ ഇത് ആ വിദ്യാർത്ഥിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവര് പറയുന്ന കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ഇയാള് ഒരു വാട്സ്ആപ്പ് സംവിധാനം വഴി എന്തോ ലോൺ എടുത്തു, ആ ലോൺ തിരിച്ചടച്ചില്ല. അപ്പൊ അതില് ലോൺ നൽകിയ ആൾക്കാർ ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയെന്നോ എന്തൊക്കെയാണ് പറയണത്. അതുകൂടാണ്ട് 2 അധ്യാപകരെ ഇതിനകത്ത് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് ഇയാളെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഈ അധ്യാപകർ, നമുക്ക് അതിന്റെ വിശദമായ വിവരം അറിയില്ല. അത് അന്വേഷണം നടത്തണം. പറയും വലിയൊരു കോളേജില്, ഒരു പ്രൊഫഷണൽ കോളേജില് അവര് ജാതി പറഞ്ഞ് കുട്ടികളെ പീഡിപ്പിക്കും എന്നുള്ളത് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇത് ഒരു കുട്ടിയൊന്നും ആയിരിക്കില്ലല്ലോ. ഇദ്ദേഹം പിന്നോക്ക ജാതിയില് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അവിടെ ഒരാൾ മാത്രമൊന്നും ആയിരിക്കില്ല, എത്രയോ കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടാവുമോ? പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കേണ്ടതല്ല. അപ്പൊ ഇത് സംശയം ഈ SFIക്കാര് കാണിക്കുന്ന ആവേശം അത് വളരെ സംശയാസ്പദമാണ്. കാരണം അവര് കൈ കഴുകാനായിട്ടുള്ള പരിപാടിയാണ് അവരുടെ. അതിന്റെ പുറത്താണ് ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റൂല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ പ്രത്യേകിച്ച് SFIയുടെയും കാര്യം കട്ടപ്പുകയാണെന്നുള്ളവർ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവര് കോളേജ് മാനേജ്മെന്റിനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കണതല്ല, അധ്യാപകർക്കെതിരായിട്ടാണ്. ഈ അധ്യാപകരെ കുറിച്ച് ഇതിനു മുൻപ് ഇഷ്ടംപോലെ പരാതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവരുടെ ഒരാള് SFIയുടെ നേതാവ് പ്രസംഗിക്കണ കേട്ടത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവര് ഭരിച്ചിരുന്ന സമയത്ത് ഗവൺമെന്റിനെ അറിയിച്ചില്ലാതെ? ഇവരുടെ ഗവൺമെന്റ് അല്ലായിരുന്നോ നല്ലത്? ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു മന്ത്രി, നമ്മുടെ ബിന്ദു, അവരാണ് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ്. ആരോഗ്യ വകുപ്പാണെങ്കിൽ എല്ലാം തികഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ പറയുകയും വേണ്ട, ശിവൻകുട്ടി. ഇവരാണെങ്കിൽ വളരെ കർശനമായിട്ട് നിയമങ്ങൾ പാലിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയാണെങ്കിൽ കണ്ണൂർക്കാരനാണ്. കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിനെ കണ്ടു നേരിട്ട് പറയാമായിരുന്നു. ഇവരതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സംഭവത്തില് ദുരൂഹതകളുണ്ട്. അവര് പറയണ AK ബാലൻ ഒരിക്കലെങ്കിലും സത്യം പറഞ്ഞു. അതായത് UDF ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളായിരിക്കും, കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ഒക്കെ ഭരിക്കാന്നു. ആഭ്യന്തര വകുപ്പ് മാത്രമല്ല, കേരളം മൊത്തം ഭരിക്കുക അവരായിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതങ്ങനെ നിൽക്കട്ടെ. ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. അല്ലാതെ ശരിയാവില്ല. പിന്നെ വേറൊന്നുള്ളത്, ഹിന്ദുക്കൾക്കെതിരെ
ആക്രമണം വ്യാപകമായ രീതിയിൽ അഴിച്ചുവിടുകയാണ് ഇസ്ലാമിക് സംഘടനകൾ. ഇപ്പോ കായംകുളത്ത് അറിയാലോ, ആ ഒരു പെൺകുട്ടീനെ എന്താ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു. അത് ആരാ പീഡിപ്പിച്ചത്? കായംകുളത്തെ ഒരു വലിയ മുതലാളി. അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമാണ് അയാൾ. അയാൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റോ അങ്ങനെയുള്ള എന്തോ ആണ്. ഇപ്പോ ഞാൻ ആ കായംകുളത്ത് നിന്നുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്, ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചില്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തില്ല. ആ കുട്ടിയോട് കേസ് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ഷൻ എടുക്കാന്നാ പറഞ്ഞത്. ഏപ്രിൽ 3 നടന്ന സംഭവമാണ്. ഏപ്രിൽ 3 നടന്ന് ഏപ്രിൽ 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 ആയപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാമിക് കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ അയാൾക്കെതിരെ ഒരു പരാതി എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും പോലീസുകാർക്ക്. അതുകൊണ്ടാണ് അവർ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാത്തത്. അല്ലെങ്കിൽ പണ്ടേ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തല്ലോ, സിനിമാ സംവിധായകൻ. പരാതി കിട്ടി വിത്തിൻ എന്താ പറയണ മണിക്കൂറുകൾക്കുള്ളിലല്ലേ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത് കുറ്റക്കാരനല്ലയോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, പക്ഷെ അവർ ആക്ഷൻ എടുത്തു. ഇത്രയും വലിയൊരു പ്രമാണി ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയെ എന്താ പറയണ പീഡനം നടത്തിയിട്ട് അയാൾക്കെതിരെ വ്യക്തമായ പരാതി നൽകിയിട്ടും അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാത്തത്, ഇതിന് കാരണം എന്താ? അയാൾ മുസ്ലിം ആയത് കാരണം. മുസ്ലിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കൂല. അത് യു മാർക്ക് മൈ വേർഡ്സ്. ഇതാണ് കേരളത്തിൽ നടക്കുന്ന കാര്യം. ഹിന്ദുക്കളെ പഠിക്കാത്തിടത്തോളം കാലം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് എന്താ 25 ലക്ഷം രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞു അത്രേ കൈക്കൂലിയായിട്ട് പെൺകുട്ടിക്ക്. അപ്പോ അവര് അതിന് എതിർപ്പ് പറഞ്ഞപ്പോഴാണ് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങിയേക്കാണ് ഇപ്പൊ. ഇതിനി വരാൻ പോകുന്നതിന്റെ ഒരു സൂചന മാത്രം ഇത്. പണ്ട് മാർക്സിസ്റ്റുകാര് മുദ്രാവാക്യം വിളിക്കല്ലേ സമരം ചെയ്യുമ്പോൾ, സൂചന മാത്രം, ഇത് വെറും ഒരു സൂചന മാത്രം എന്ന് പറഞ്ഞില്ല. അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഹൈന്ദവര് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ഒരു ജസ്റ്റ് സൂചനയാണിത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊക്കെ പേര് മാറ്റി, ഞാനൊക്കെ എന്റെ പേര് ഉമർന്നാക്കിയാലോ എന്ന് വിചാരിക്കുക. എങ്ങനെയൊക്കെ കുമാർ എന്നുള്ളത് മാറ്റി ഉമർന്നാക്കിയാലോ എന്ന് വിചാരിക്കുക. അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ ഇനി അവർ ഭരിക്കുന്നിടത്തോളം കാലം. അല്ലാണ്ട് വേറെ മാർഗമില്ല. മതം മാറി ഇസ്ലാമായി പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതാണ് വലിയ കഷ്ടമാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നാണ് ഇത് ഇങ്ങനെ വരുള്ളൂ എന്നുള്ളത്. ഈവൻ അതർവൈസ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്നപ്പോ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടാത്ത ഇതെല്ലാം കൊടുത്തിരുന്നു. അവര് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഒന്നും പറയില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും നല്ല കൗതുകമായിട്ട് തോന്നി, ഉത്തർപ്രദേശില് ഒരു പെൺകുട്ടി എന്നെ കൊന്നു എന്നുള്ള വാർത്തയാണ് ഇവിടുത്തെ പത്രങ്ങളിലെ ഹെഡ്ലൈൻ, ഇവിടുത്തെ ചാനലുകളിലെ പ്രധാന വാർത്ത എന്ന്. ഞാൻ കണ്ടില്ല, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാവരും പറഞ്ഞ എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളും ഉത്തർപ്രദേശിലെ ഒരു പെൺകുട്ടി മരണപ്പെട്ടു, അതിനെ കൊലപാതകം എന്താന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷനും ന്യൂസും വളരെ വിശദമായ വാർത്തകളാണ് കൊടുക്കണേന്ന്. ഇവിടെ ഈ കായംകുളത്തെ സംഭവത്തിൽ അവര് മിണ്ടൂല. അല്ലെങ്കിൽ ആ അമേരിക്കൻ പ്രസിഡന്റ് കാണിക്കുന്ന ധൈര്യമെങ്കിലും കാണിച്ചാൽ മതി. അമേരിക്കൻ പ്രസിഡന്റും ക്രിസ്ത്യാനിയാ, പോപ്പും ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് പോപ്പിന്റെ അടുത്ത് പറഞ്ഞു മിണ്ടാണ്ട് ഇരുന്നോളാൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത്. ഇയാൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ പൂട്ടിയിരിക്കുന്ന പറഞ്ഞ പോപ്പിന്റെ അടുത്ത്. ലിയോ 14 അതും അമേരിക്കക്കാരൻ പോപ്പാ. അപ്പൊ ഇത് കേരളത്തില് ഇനി വരാൻ പോകുന്ന സംഭവങ്ങളാണ്. മിക്കവാറും ഇനിയിപ്പോ അവർക്ക് പ്രത്യേക ജില്ല കൊടുക്കും. ഇനി അത് കാലക്രമേണ 1 ജില്ല എന്നുള്ളത് 3 ജില്ലയാവും, പിന്നെ 4 ജില്ലയാവും, പിന്നെ അത് കഴിഞ്ഞാൽ പ്രത്യേക മലബാർ സംസ്ഥാനമാവും, പിന്നെ തമിഴ്നാടും കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശും എല്ലാം കൂടി ചേർന്ന് പ്രത്യേക രാജ്യം വരും. അത് അൽ കേരള എന്നുള്ളതിനൊക്കെ അൽ സൗത്ത് ഇന്ത്യ എന്നോ എന്തെങ്കിലും പേരിലായിരിക്കും വരാൻ പോകുന്നത്. വളരെ ഭയാനകമായ സ്ഥിതി വിശേഷമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഡെന്റൽ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടി ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടി. അപ്പൊ ആ കുട്ടി നല്ല പരീക്ഷ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് മേടിച്ചിട്ടാണ് അഡ്മിഷൻ കിട്ടിയത് ആ കുട്ടിക്ക്. അപ്പൊ അയാള് ലോൺ എടുക്കുവോ ലോൺ എടുക്കാതിരിക്കുക അത് അവരുടെ പ്രശ്നമാണ്. പിന്നെ അധ്യാപകരുടെ ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ച് കൗൺസിൽ ചെയ്യണം. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുള്ളത് അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി എങ്കിലും വേണം. പിന്നെ അയാളുടെ മാർക്ക് കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ലേ, ഇപ്പൊ മാർക്കൊക്കെ കുറച്ച് അവിടെ ഇവിടെയും കുറഞ്ഞു വരുന്നത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല.
മാർക്ക് 3 മാർക്ക് പറ്റേ കുറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മാർക്ക് കിട്ടാത്തവൻ BAക്ക് തോറ്റവൻ പോയി PhD മേടിക്കണു കേരള യൂണിവേഴ്സിറ്റിയിൽ. അതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോ ഇതിങ്ങനെ കൈകാര്യം ചെയ്ത രീതി നമുക്കൊക്കെ ഭീഷണിയാണ്. കണ്ടോ, മറ്റേ മെയ് 4 കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കണ്ടോളൂ എന്നുള്ള രീതിയിലാണ്. നമുക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പാണ്, ഹൈന്ദവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്.